ദയയുള്ള വാക്കുകൾ ഹ്രസ്വമാണെങ്കിലും കുറവാണെങ്കിലും അവയുടെ പ്രതിധ്വനികൾ, അവരുടെ ഇമ്പാക്റ്റ് അനന്തമാണ്. മദർ തെരേസ പറഞ്ഞ വാക്കുകളാണ്. ഒരിക്കൽ കൂടി ആ വാക്കുകളൊന്ന് കേട്ടോളൂ. ദയയുള്ള വാക്കുകൾ ഹ്രസ്വമാണെങ്കിലും അവയുടെ പ്രതിധ്വനികൾ അനന്തമാണ്. വാക്കുകൾ കൊണ്ട് പ്രകോപനം സൃഷ്ടിക്കാനും പ്രചോദിപ്പിക്കാനുമാകും. വാക്കുകൾക്ക് അനുഗ്രഹവും അപമാനവും പടർത്താൻ ശേഷിയുണ്ട്. എം.എൻ. വിജയ മാഷ് പറഞ്ഞത്, വാക്കൊരു കത്തി പോലെയാണ്. പലപ്പോഴും കത്തി കൊണ്ട് നമുക്ക് കുത്തിക്കൊല്ലാൻ പറ്റും, അതേ കത്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് തുന്നിക്കെട്ടാനും പറ്റും. അതുകൊണ്ട് എങ്ങനെ, എന്ത്, എപ്പോൾ സംസാരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിടയിൽ തലച്ചോറ് കൊണ്ട് സംസാരിക്കുന്നവരും ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരുമുണ്ട്. തലച്ചോറിന് ന്യായവും യുക്തിയും ശരിയും തെറ്റും മതിയാവും. എന്നാൽ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ഇച്ചിരി ക്ഷമയും കാത്തിരിപ്പുമൊക്കെ ആവശ്യമാണ്. അവിടെ ഭാവവും ഉദ്ദേശവും ഫലവും പ്രസക്തമാണ്. ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവർ വാ തുറക്കുന്നതിന് മുൻപ് ഹൃദയത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ വാക്കുകൾ മറ്റൊരാളെ മുറിപ്പെടുത്തുമോ? ആ മുറിവുണക്കുമോ? അടുപ്പം കൂട്ടുമോ? അതോ അകലം കൂട്ടുമോ? അഹന്തയിൽ നിന്നാണോ അതോ വിവേകത്തിൽ നിന്നാണോ ഈ വാക്കുകൾ ആവേശം പടർത്തുമോ അതോ നിരാശപ്പെടുത്തുമോ? കാരണം ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവർ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. ഒറ്റ വാക്കുകൊണ്ട് നഷ്ടപ്പെടുത്തിയത് ഒരുപക്ഷെ 1000 വാക്കുകൾ കൊണ്ടുപോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല.